ഇന്നുണ്ടാക്കിയ 2 കറികളാണ് ഇത്. ഒന്ന് മാങ്ങാക്കറി, പിന്നെ ഓലൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, എங்கள் ബാല്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു. ഇനി ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 10 ദിവസമാണ് നോമ്പ് നോക്കുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി ചിക്കനും ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം മുതൽ ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ 4-5 ദിവസം മുമ്പ് മേടിച്ചതിൻ്റെ ഒരു ഇത്തിരി മാത്രമേ വെച്ചേർന്നുള്ളൂ. ബാക്കി വന്ന വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഫുഡ് ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ ഞാൻ എന്നുണ്ടാക്കുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും പോയ ഓരോ കറികളാണിത്. നാട്ടുകറിയാണ്. അങ്കമാലി മാങ്ങാക്കറിയുടെ വേറൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അത് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ കറി നിങ്ങളൊന്ന് കാണാൻ വരിക. ഞങ്ങൾ അതിലേക്കുള്ള ഒരുക്കത്തിലാണ്. മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മാങ്ങ തൊണ്ടിയെത്തിയും ഉള്ളി എന്തോരം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കാന്താരി മുളകും നീളൻ മുളകുമാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി എടുക്കുകയാണ്. മല്ലിപ്പൊടി നമുക്ക് നനച്ച് ഒന്ന് കുതിർന്നിരുന്നോട്ടെ. ഞാനിതിൽ 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ മുളക് പൊടി അധികമായാൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനി ഒന്ന് കുതിർത്തി വയ്ക്കാം. മാങ്ങ തൊണ്ടി ചെത്തി അരിഞ്ഞെടുത്തു, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയ്ക്ക് കളറില്ല, വെള്ള കളറ്. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പ് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും കറിക്ക് നമ്മൾ ചേർക്കണമല്ലോ. അപ്പോൾ ഇനി ഒരിത്തിരിയും കൂടി ചേർക്കും ഞാൻ. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോണത് ഉപ്പാണ്. ഈ മാങ്ങയ്ക്ക് ഉപ്പ് പിടിക്കട്ടെ, ഇത്രയും ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയാണ് ചേർക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മാങ്ങ, അതായത് വേവുമ്പോൾ അരിയുന്ന മാങ്ങയാണെങ്കിൽ തന്നെയും ഈ വിനാഗിരി ഇത്തിരി നേരം തിരുമ്മി വെച്ചാൽ ബലം കിട്ടും, നല്ലതാണത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഉപ്പ് പിടിക്കട്ടെ, മഞ്ഞൾപ്പൊടിയും പിടിക്കട്ടെ. മൂടി വയ്ക്കാം. കരത്തിൽ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പച്ചമുളകാണത്. കാന്താരി മുളകും നീളൻ മുളകുമാണ്. ഇഞ്ചി, കറിവേപ്പില. ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി, വെളിച്ചെണ്ണ, ഇത്രയുമാണ് ചേർക്കുന്നത്. മാങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ രുചി നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അല്ല നാടൻ ചൊറുക്കയാണെങ്കിൽ കുറച്ച് മതിയാകും. മറ്റേ ചൊറുക്കയാകുമ്പോൾ ഇത്തിരി കൂടുതൽ ഒഴിക്കേണ്ടി വരും. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. തിരുമാം. ഇതിൻ്റെ തിരുമ്മി ആ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി തിരുമ്മി അതിൽ നിന്ന് ആ വെള്ളം, അതിൻ്റെ ആ ഒരു നീരിറങ്ങി വരണം.
നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ചോറിലൊഴിച്ച് കഴിക്കാനായിട്ട്. അങ്കമാലിയിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരിടത്താണ് കേട്ടോ ഈ കറി കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഈ 2 കറികളും. ഇപ്പൊക്കെ അത് മാറി വന്നതാണ്. പുതുതലമുറയ്ക്കൊന്നും ഇതിന് കാര്യമായിട്ട് അറിയില്ല. കാരണം ജോലി തിരക്കിലും അവർ മാറുമ്പോൾ പിന്നെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഞാൻ കുതിർത്ത് വെച്ചതും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. മാങ്ങ ഇടാം. നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചതാണല്ലോ ഇത്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നല്ല മണാണ്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒരുപാട് ദൂരത്തിലുള്ളവർക്കൊന്നും ഈ കറിയെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. വിശേഷ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ മൂടി വയ്ക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു തേങ്ങയാണ് ഞാൻ ചുരണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 ലിറ്റർ വെള്ളമാണ് ഇത്. അതിൽ കുറച്ച് നമുക്ക് ഇത് തനിപ്പാലിന് വേണ്ടിയിട്ട് പിഴിഞ്ഞെടുക്കാം. ശരിക്കും പിഴിഞ്ഞ് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. കാരണം വലിയ എല്ലാ പാലും പോരില്ല. കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. അങ്ങനെ നമുക്ക് 2ാം പാലും വേണമെന്നുണ്ടെങ്കിൽ 3ാം പാലും ആക്കി വയ്ക്കാം. വെള്ളം ഒരുപാടിൻ്റെ ആവശ്യമില്ല. വെള്ളം നോക്കി വേണം ചെയ്യാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചത് പിഴിഞ്ഞ് 1ാം പാല് മാറ്റി വയ്ക്കുകയാണ്. പഴുപ്പൊരു പാകം തേങ്ങയാണ് കേട്ടോ ഏറ്റവും രുചികരം. തേങ്ങ അല്പം മൂപ്പ് കടന്നതുകൊണ്ട് പാല് പിഴിഞ്ഞെടുത്തിട്ട് സൊറാന്നിരിക്കണേ. അതാ പറയണേ, ഈ ഇടപ്പാല് പാകം മൂപ്പ്, അതായത് പഴുപ്പൊരു പാകം തേങ്ങ, അതാണ് ഏറ്റവും നല്ല കട്ടിപ്പാലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പഴുപ്പൊരു പാകം തേങ്ങ എന്നത് പശുവിൻ്റെ പാല് തന്നെയായാലും ഇളം കറവ കൊള്ളില്ല, മൂത്തതും കൊള്ളില്ല. ഇടക്കറവ പാലാണ് നമുക്ക് ചായക്കൊക്കെ നല്ലത്. പാകം കൊഴുപ്പ് കിട്ടും, എല്ലാം കൊണ്ടും നല്ലത്. മൂത്ത് പോയാലോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മൂത്ത പാലിൻ്റെ ചുവ അത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാനതിവിടെ പറഞ്ഞെന്നുള്ളൂ. തേങ്ങ ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചു. അത്ര നല്ല തേങ്ങ അല്ലായിരുന്നു, കാരണം മൂപ്പ് കൂടി പോയി. അപ്പോൾ പാല് അത്ര കൊഴുപ്പില്ല. അപ്പോൾ ഇത് 2ാം പാലാണ്, ഇത് 1ാം പാലാണ്. അപ്പം ഞാൻ ബാക്കിയുള്ളത് വേണ്ടി വന്നാൽ മാത്രം ഒഴിക്കാമെന്ന് കരുതി ആ വെള്ളത്തിൽ ലാസ്റ്റും കൂടി പിഴിഞ്ഞു വെച്ചു. ഇനി നമുക്ക് വറയിലിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടപ്പത്ത് വയ്ക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കാഞ്ഞു. കടുക് ഇടുകയാണ്. കടുകിട്ട് പൊട്ടി. ഇനി 2 ഉലുവ ഇടുകയാണ്. ഇനി ഒറ്റമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇടാൻ പാടും. ഇത് മാങ്ങ വറയിലിട്ടുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. 2-3 സൈസിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഇതൊരു രീതിയാണ്. ഇത് മൂത്ത് കഴിയുമ്പോൾ മാങ്ങ മസാല ചേർത്ത് വെച്ചേക്കണത് ഇടും. മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കാം. ഈ മാങ്ങ ഇതിൽ കിടന്ന് വാടി വേവണം. മാങ്ങ വേവായി. നമുക്കിനി 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു. 2ാം പാല്
പാലൊഴിച്ച് ഏകദേശം തളയൊക്കെ വന്നു. ഇനി പറ്റിക്കണമൊന്നുമില്ല, ചട്ടിക്കലായതുകൊണ്ട് ഒന്ന് ഇരുന്ന് കുറുകും. അപ്പോൾ ഞാനിനി ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൂന്നാം പാല് എടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടി വന്നില്ല, കൊഴുപ്പില്ലാത്ത കാരണം ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് 1/2 ലിറ്റർ വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 3/4 ലിറ്ററിൻ്റെ ആണ് എടുത്തത്. അതിൽ ഇത്രയും ബാക്കി വെള്ളം മൂന്നാമത് ഞാൻ പിഴിഞ്ഞതാണ് കേട്ടോ. ഇത് തിള വന്നു. ഇനി തീ ഓഫ് ചെയ്യാണ്. ഒന്നാം പാൽ ഒഴിച്ചതല്ലേ, പിന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ തിള നിൽക്കുന്നത് വരെ ഇളക്കണം, മൺകലം അല്ലേ. ഉപ്പും കാന്താരിമുളകും ഇട്ട് വേവിച്ചെടുത്ത കുമ്പളങ്ങയിലേക്ക് ഞാൻ വൻപയർ വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ചില പയർ കണ്ടാൽ തന്നെയുള്ള ഒരു ഐശ്വര്യം. ഇതെന്തോ എന്തൊരു മുടുത്ത പയർ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. 1 മുറി തേങ്ങയുടെ പാലാണിത്. അപ്പോൾ 1 മുറി തേങ്ങ ചിരണ്ടിയത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അധികം വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഞാൻ ചേർക്കുകയാണ്. ഇളക്കാം. സാധാരണ ഈ കറിക്ക് അങ്ങനെ വെള്ളമൊന്നും അധികം പാടില്ല. ഞാൻ എടുത്ത തേങ്ങാപ്പാൽ ഇത്തിരി ബാക്കിയുണ്ട്, അത് നല്ല പാലാണല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയും പാടില്ല. ചിലപ്പോൾ ഇത് കുറുകി വരും, മറ്റേ കലം വരിക്കും വെള്ളം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് പാല് കളയാൻ തോന്നിയില്ല. കളയില്ല, അല്ലേ വേറെ എന്തിനാണെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക്. ഇനി 2 വേപ്പിൻ്റെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച സൂപ്പർ. ചെറിയ തീയിലോട്ടാ തേങ്ങാപ്പാലല്ലേ. തീ ഓഫ് ചെയ്തു. ഒരിത്തിരി വെളിച്ചെണ്ണ ഒരിത്തിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതൊന്ന് മൂടി ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് ഇളക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ. സൈഡ് കറി ആണെങ്കിലും ഈ തേങ്ങാപ്പാലിലെ കറി ഒഴിച്ച് ചോറ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് എനിക്കിഷ്ടമാണ്. നല്ല ഒരു കലക്കം കറി. ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഊണ് കഴിച്ചോ? ഓ നല്ല താങ്ങും. ഇന്നിവിടെ എന്തൊരു മഞ്ഞായിരുന്നെന്ന് പറയുമ്പോൾ കോടയാണോ അത്? നല്ല മഞ്ഞായിരുന്നു. അത് കാരണോണ്ടേ കുറേ കാലത്തിനുള്ളിൽ ഞാൻ ഇന്ന് ഫാൻ ഇടാതെ കിടന്നേട്ടോ. ഇന്ന് ഈ കഴിഞ്ഞ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. റൂമിലൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ എൻ്റെ വേണ്ട മഞ്ഞ്, നല്ല മഞ്ഞ്. ഞങ്ങൾക്ക് നാളെ മുതൽ 10 ദിവസത്തെ നോമ്പാണ്. ഇന്ന് ഒരു ചെറിയ ആഘോഷം. അപ്പം ഇറച്ചി ഒരുപാട് പല കൂട്ടമൊന്നും മേടിച്ചില്ല. ബാക്കി വന്ന വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് പച്ചക്കറിയാണ് കൂടുതലും. പച്ചക്കറി ഉള്ളിൽ ചെല്ലട്ടെ നമുക്ക്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പച്ചക്കറിയാണ്. മാങ്ങാക്കറി ഉണ്ടാക്കി, പിന്നെ ഒരു കൂട്ടുകറി ഉണ്ടാക്കി, പിന്നെ കുമ്പളങ്ങ ഓലൻ, പിന്നെ ഒരു അച്ചാർ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.
ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.